അമ്മാ വല്ലതും തരണേ, വയ്യാത്തൊരു പിച്ചക്കാരനാണേ. ഈ 10 രൂപ കൊണ്ടുപോയി അപ്പൂപ്പന് കൊടു. പാവ അപ്പൂപ്പനമ്മ, നമുക്കൊരു 50 രൂപ കൊടുക്കാം. അത് നീ വലുതായി ജോലിയൊക്കെ കിട്ടിയതിന് ശേഷം 50, 100 എത്ര വേണമെങ്കിൽ കൊടു. എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളു. അന്ന് ആ നിമിഷം ഞാനൊരു ശപഥമെടുത്തു. വലുതായി കഴിഞ്ഞാൽ ഈ നാട്ടിലുള്ള സകല പിച്ചക്കാരെയും ഞാൻ ഒറ്റയ്ക്ക് സഹായിക്കുമെന്ന്. രണ്ടു ദിവസം ഇതുകൊണ്ട് പതപ്പിക്കുക. സമയമില്ലാത്ത സമയത്ത്. ഹായ്, പുതിയ 2 രൂപ. 80 രൂപ. ഇപ്പോൾ ഒരു ഊണ് കഴിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം പട്ടിണി. ഒരു പപ്സും വെള്ളവും കുടിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം കൂടെ എന്തെങ്കിലും കഴിക്കാം. ലിഫ്റ്റ്. അയ്യാ, വല്ലതും തരണേ, പസിക്കുതയ്യാ. 300, 400, 500, 550 രൂപ. പണക്കാരി. തൽക്കാലം ഐ കോണ്ടാക്ട് കൊടുക്കാതിരിക്കും, കുറച്ച് കഴിയുമ്പോൾ പോവുമായിരിക്കും. പോയില്ലേ? എനിക്ക് ഈ ലുക്ക് മാത്രമേ ഉള്ളൂ. ഫിനാൻഷ്യലി ഞാനും നിങ്ങളെയൊക്കെ പോലെ തന്നെ. പുല്ല് സമ്മതിക്കൂല. നമുക്കൊരു 50 രൂപ കൊടുക്കാം. വേണ്ട, മക്കളത് വെച്ചോ. ആ നിമിഷം എനിക്കൊരു തിരിച്ചറിവുണ്ടായി. ചെറുപ്പത്തിൽ ഞാൻ സഹായിക്കാമെന്ന് വിചാരിച്ചിരുന്ന എല്ലാ പിച്ചക്കാരും വാസ്തവത്തിൽ എന്നേക്കാൾ വലിയ പണക്കാരായിരുന്നു എന്നുള്ള സത്യം.